മരിച്ചാൽ ഈച്ച ചത്തൊരു പൂച്ചയായിടും എന്ന് പൂന്താനം പാടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, പൂച്ച നമ്മുടെ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കോ? നമ്മൾ മരിച്ചൊരു പൂച്ചയായി, പൂച്ച നമ്മുടെ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെങ്കിൽ ഓക്കെ, ഏറ്റെടുക്കോ? ഇല്ല. അപ്പൊ പ്രശ്നമാണ്, കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്ന മകന്റെ പല്ല് പുളിക്കില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചമുന്തിരിങ്ങ തിന്ന എന്റെ മകന്റെ പല്ല് പുളിക്കില്ല, എന്റെ അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്ന എന്റെ പല്ല് പുളിക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം മറ്റൊരു മനുഷ്യനെ ഏൽക്കില്ല. അവനവൻ ചെയ്ത ഉത്തരവാദിത്വം അവനവൻ തന്നെ ഏൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത ഉത്തരവാദിത്വം ഈ വരുന്ന പട്ടിയോ ഈ വരുന്ന പൂച്ചയോ ഏറ്റെടുക്കുമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. പക്ഷെ നമുക്കറിയാം അത് ഏറ്റെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം പട്ടിക്ക് അറിയില്ല കഴിഞ്ഞ ജന്മം ഞാൻ എന്തായിരുന്നു എന്നത്. അപ്പൊ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെവിടെ നിന്ന് വന്ന ഒരു ധാരണയാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ അതിന്റെ ആധികാരികതയിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു പുനർജന്മം, നേരത്തെ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പല്ല, എല്ലാ മനുഷ്യരെയും എഴുന്നേൽപ്പിച്ചിട്ട് വിചാരണ ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല. പുനർജന്മം എന്നതുകൊണ്ട് ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് മറ്റൊരാളായിട്ട് മാറുമെന്നതാണ്. അതിന്റെ റഫറൻസ് എവിടെയാണെന്ന് നോക്കുമ്പോൾ ഋഗ്വേദത്തിൽ അത് കാണുന്നില്ല, യജുർവേദത്തിലുമില്ല. കാരണം ഋഗ്വേദത്തിൽ സ്വർഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. യജുസിലും സാമത്തിലും അഥർവത്തിലും ബ്രാഹ്മണത്തിലും ആരണ്യത്തിലുമില്ല. അപ്പൊ പിന്നെയുള്ളത് ഉപനിഷത്തിലാണ്. ഉപനിഷത്തിൽ എന്താണ് പറയുന്നത്? ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്തവൻ ബ്രാഹ്മണ യോനിയിലോ ക്ഷത്രിയ യോനിയിലോ വൈശ്യ യോനിയിലോ പോയി പിറക്കും. നീചകർമ്മങ്ങൾ ചെയ്തവൻ ചണ്ഡാള യോനിയിലോ പട്ടിയുടെയോ പന്നിയുടെയോ യോനിയിലോ പോയി പിറക്കും. ഈ വാക്യങ്ങൾ ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരേ യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്നാണ്. ഇതേ ആശയമാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത്. അത് ബൈബിളായാലും ഖുർആനായാലും ഋഗ്വേദമായാലും പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാവരും സമന്മാരാണ്. അപ്പൊ സമന്മാരാണ് എന്നുള്ളത് നിലനിൽക്കെ എങ്ങനെയാണ് ചാന്തോക്യോപനിഷത്തിൽ ഇത് വന്ന് പെട്ടത്? അപ്പൊ അതിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് പ്രക്ഷിപ്തമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ നിക്ഷിപ്തമല്ലാത്തത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എഴുതിയുണ്ടാക്കിയത്. അതുകൊണ്ട് ആർക്കാണോ പ്രിവിലേജ് കിട്ടുന്നത് അവർ എഴുതിയുണ്ടാക്കിയതാണ് എന്ന് ആ ഘടന മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. അതാണ് അതിന്റെ പ്രാമാണികത. ഇനി നമ്മൾക്ക് അതിന്റെ യുക്തിഭദ്രത ഒന്ന് നോക്കാം. യുക്തിപരമായിട്ട് നമ്മൾ ചണ്ടാളനെ വിളിച്ചു, അല്ലയോ ചണ്ടാള, ഏതൊരു നീചകർമ്മം ചെയ്തത് കൊണ്ടാണ് അങ്ങ് ഈ ജന്മം ചണ്ടാളനായി പോയത്? അല്ലയോ ബ്രാഹ്മണ, ഏതൊരു നല്ല കർമ്മം ചെയ്തത് കൊണ്ടാണ് ഈ ജന്മം അങ്ങ് ബ്രാഹ്മണനായത്? ഓർമ്മയില്ല. ഓർമ്മയില്ലാതെ രക്ഷയും ശിക്ഷയും നൽകുന്നവനാണോ ദൈവം? ഓർമ്മയില്ലാതെ രക്ഷാശിക്ഷകൾ നൽകുവാനും മാത്രം അനീതിമാനാണോ ദൈവം? നമ്മുടെ കോടതി വിധിക്കുകയാണ്, 10 ആളെ കൊന്നവരാണ്, അയാൾ നീചകർമ്മം ചെയ്തിരിക്കുന്നു. പക്ഷേ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കടലാസ് ഹാജരാക്കി ഇദ്ദേഹത്തിന് ഇത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിയിപ്പില്ല, ഇപ്പൊ ഇദ്ദേഹം ഭ്രാന്തനാണ്. അപ്പൊ നമ്മുടെ കോടതി എന്ത് ചെയ്യും? അവര് ശിക്ഷിച്ചിട്ട് എന്താ, അവനാ ബോധമില്ലല്ലോ, അവനെ വെറുതെ വിട്ടേക്കും നമ്മുടെ കോടതി. അപ്പൊ നമ്മുടെ കോടതിക്കും മനുഷ്യനും നീതിബോധം പ്രദാനം ചെയ്ത ദൈവം അനീതിയായിട്ട് വിധിക്കുമോ എന്ന ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ദൈവം നീതിമാനാണ്. അതുകൊണ്ട് ബുദ്ധിയും ബോധവും ചിന്തയും എല്ലാം അവന് ഉള്ളതോടൊപ്പം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അപ്പോഴാണ് പറയുന്നത്, മനുഷ്യനെ അവൻ എങ്ങനെയായിരുന്നുവോ പഴയ ആത്മാവ്, അവന്റെ ആ പഴയ ആത്മാവിലേക്ക് അവന്റെ ജഡത്തെ പുതുതായി ഉണ്ടാക്കി ദൈവം ഇണ ചേർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഖുർആൻ പ്രയോഗിച്ച ഒരു പദം വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മാക്കൾ ഇണ ചേർക്കപ്പെടുമ്പോൾ എന്നാണ്. ആത്മാക്കൾ ഇണ ചേർക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സിവാജ് എന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് അർത്ഥമുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതാണ് കല്യാണം. ആ കല്യാണത്തിൽ എന്താണ് നടക്കുന്നത്? ഏതോ ഒരു ദേശത്തുള്ള ഒരാണും ഏതോ ഒരു ദേശത്തുള്ള ഒരു പെണ്ണും അവർ രണ്ടുപേരും കൂടി മൂന്നാമതൊരു ആത്മാവ് അതിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഇതാണോ വലിയ അത്ഭുതം? അതോ മണ്ണിൽ കിടന്നിരുന്ന ആ ജഡത്തിന്റെ കോക്കിക്സ് എന്ന് പറയുന്ന തരുണാസ്ഥിയിൽ നിന്ന് ആ പഴയ മനുഷ്യനെ ദൈവം ഉണ്ടാക്കുകയും അവന്റെ പഴയ ആത്മാവിനെ ബർസഖ് അഥവാ മറൈത ലോകത്തിൽ നിന്ന് ഇത് രണ്ടിനെയും കൂട്ടിയോജിപ്പിച്ച് പഴയ മനുഷ്യനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. ഏതാണ് അത്ഭുതം? എല്ലാ ഞായറാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത്ഭുതം.
ഇതിലൊരു അത്ഭുതമില്ല. കാരണം വെള്ളത്തുള്ളിയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ കരുണാസ്ഥിയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുവാൻ യാതൊരു തടസ്സവുമില്ല എന്ന് നമുക്കറിയാം. കാരണം മൂടല്ല് എന്ന് പറയുന്ന ആ എല്ല് ചിതയിൽ വെച്ചാല് നമ്മൾ ചിതാഭസ്മം എടുത്തുകൊണ്ട് പോകുമ്പോ അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അത് ഭസ്മമായിട്ടില്ല. അതിൽ നിന്നാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത്, അതിൽ നിന്നാണ് നിങ്ങളുടെ പുനഃസൃഷ്ടിപ്പ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മഴ പെയ്യുമ്പോ പിന്നെ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയിലുള്ള പുൽനാമ്പുകളിൽ നിന്നാണ് പുല്ലുകൾ പൊട്ടിക്കിളിർക്കുന്നത് എങ്കിൽ നാളെ ഒരു മഴ പെയ്യാനുണ്ട്. ആ മഴയിൽ നിങ്ങൾ ഇന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ നിങ്ങൾ പുനഃസൃഷ്ടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇല മുളച്ചി, അതുപോലെ അതിന്റെ കാണ്ഡത്തിൽ നിന്ന് വളരുന്ന സസ്യങ്ങൾ, അതൊക്കെയാണ് മഴയിൽ പൊട്ടിക്കിളിർക്കുന്നത്. എന്നതുപോലെ പരാഗണത്തിലൂടെയുള്ള ജീവിതമല്ല, അല്ലെങ്കിൽ പുംബീജവും അണ്ടവും സംയോജിച്ച് ഇന്ന് നമ്മൾ ജനിച്ചതുപോലെയല്ല. നമ്മുടെ ശരീരത്തിന്റെ നട്ടെല്ലിന്റെ വാലറ്റം എന്ന് പറയുന്ന ആ സംഗതിയിൽ നിന്ന് ആ മഴ പെയ്യുമ്പോൾ എല്ലാ മനുഷ്യരും പൊട്ടിക്കിളിർക്കുകയും അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ പരലോകത്തിന്റെ വിചാരണ നാളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാജരാക്കും എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ജനിക്കുമെന്നല്ല, ഈ ജന്മം എന്ന് പറയുന്നത് ക്ലീൻ സ്ലേറ്റ് ആണ്. നമുക്ക് പൂർവ്വജന്മത്തിന്റെ ഭാരമൊന്നുമില്ല. അത് മനുഷ്യനെ അടിമകളാക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പുരുഷ സൂക്തം എന്ന് പറയുന്നത് തന്നെ പ്രക്ഷിപ്തമാണെന്നാണ് പുറനാട്ടുകരയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഹിന്ദുമത ദർശനങ്ങളെ സംബന്ധിച്ച പുസ്തകത്തിൽ പറയുന്നത്. മുഖത്ത് നിന്ന് ബ്രാഹ്മണനെയും, ഭുജങ്ങളിൽ നിന്ന് ക്ഷത്രിയനെയും, തുടയിൽ നിന്ന് വൈശ്യനെയും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനെയും ഉണ്ടാക്കി എന്ന് പറയുന്ന പുരുഷ സൂക്തത്തിൽ നിന്നാണ് ചാന്തോക്യത്തിൽ ഇത് വന്നത്. പക്ഷേ ഋഗ്വേദത്തിലെ ആ പുരുഷ സൂക്തം തന്നെ മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോ ആ ഒരു മന്ത്രം കൊണ്ടാണ് നമ്മളുടെ ജനത നൂറ്റാണ്ടുകളായിട്ട് അടിമത്വത്തിലായത്, നമ്മൾ ശൂദ്രന്മാരായത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ഇത് പറയുവാൻ മരുഭൂമിയിലെ മഹാകൃഷി എവിടെവിടങ്ങളിലാണോ ഈ പ്രക്ഷിപ്തങ്ങൾ കടന്നുകൂടിയത്, ആ പ്രക്ഷിപ്തങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നുകൊണ്ട്, അതുപോലെ തന്നെ ജീസസിന്റെ ദർശനങ്ങളിൽ വന്നിട്ടുള്ള കലർപ്പുകൾ എവിടെവിടങ്ങളിലാണോ വന്നിട്ടുള്ളത് അതിനെയൊക്കെ വീണ്ടെടുക്കുക എന്നതാണ്. മുഹമ്മദ് പുതുതായി ഒന്നും പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞ ഋഷിവര്യന്മാരും പ്രവാചകന്മാരും പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞതിൽ നിന്ന് മനുഷ്യൻ പോട്ടിക്കളഞ്ഞതിനെ വീണ്ടെടുക്കുക എന്നതല്ലാതെ മുഹമ്മദ് പുതുതായൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മുടെ പാലക്കാട്ടിന്റെ ഇതിഹാസമായ OV വിജയൻ പറയുന്നത് അദ്ദേഹം മരുഭൂമിയിലെ മഹാഋഷിയാണ് എന്ന്. മരുഭൂമിയിൽ പിറന്ന മഹാഋഷിയാണ്. അതുകൊണ്ടാണ് വള്ളത്തോൾ പാടിയത് അഹർമുഖം പൊൻകതിർ പോലെ പോന്നവൻ മുഹമ്മദ് അപ്പേരിതാ നമശ്ശതം. വള്ളത്തോൾ നബിക്ക് സ്വലാത്ത് ചൊല്ലിയതുപോലെ വേറെ ആരും സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ പറഞ്ഞ പുനർജന്മം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടും യുക്തിപരമായിട്ടും നമ്മൾ വിശകലന വിധേയമാക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്.